നമ്മളെ കോഴികൾ ഇട്ട മുട്ടയാ. നിലവിൽ ഇത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊടുക്കും. കുഞ്ഞുങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് തിന്നു നോക്കാൻ പറഞ്ഞ. കുഞ്ഞുങ്ങളാരും ഹലോ ഗൈസ്. അപ്പം നമ്മുടെ കോഴികൾക്ക് മുമ്പും ഉണ്ടായ അസുഖമാണ് ഇങ്ങനെ തുമ്മൽ പോലെ, വായിലെന്തോ പോലെയാണെന്നാണ് പറയുന്നത്. അപ്പം അതിപ്പോഴും ഇവർ ഈ 3 പേർക്കുണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 3 പേരും കൂടെ ബാക്കി എല്ലാവരും കൊടുത്തു തീർന്നു. തള്ളേനെ നമ്മൾ തിരിച്ചു കൊടുത്തു കേട്ടോ. അറിയാലോ, നമ്മുടെ ഷോർട്സ് എപ്പോഴും കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കും ആ തള്ളകൾക്കൊക്കെ ചെറിയൊരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താ ഈ ചുമ വരുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇവർക്ക് വന്നു തുടങ്ങിയിട്ടില്ല, ഇവർ കുഞ്ഞാലേ. അപ്പോൾ വലുതാകുന്നതിന് മുമ്പ് വരാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നും കൂടെ നമുക്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ചുമക്കൂർക്കയും സാധനമൊക്കെ വെച്ച് ഒരു മരുന്നുണ്ടാക്കിയായിരുന്നു. ആ മരുന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ മുമ്പത്തെ വീഡിയോയിലാണ്. അപ്പോൾ നമ്മളിന്ന് വേറൊരു മരുന്നാണ് പരീക്ഷിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ചുമ പോലെ ഒരു സംഭവമുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പം അവർക്കും വേണ്ടി ഒരു പുതിയൊരു മരുന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോവാം. ഈ മരുന്നുണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ശർക്കര വെള്ളമാണ്. അപ്പോൾ ശർക്കര വെള്ളത്തിലിട്ട് എടുത്താലും മതി, അല്ലാതെ നമുക്ക് അടുപ്പിലിട്ട് മറ്റേ ചൂടാക്കി എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അതാണ് നമ്മൾ കുറച്ച് ശർക്കര വെള്ളം വായിപ്പോയാൽ തന്നെ നമ്മുടെ അണുക്കളൊക്കെ പോകും കേട്ടോ. ഇത് നമ്മുടെ കോഴികൾ ഇട്ട മുട്ടയാ. നിലവിൽ ഇത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊടുത്തു തീർക്കും. ഈ അച്ചാറ് ചുമ്മാ പറഞ്ഞാണ്. അടുത്തായി നമുക്ക് വേണ്ടത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്, ചെറിയ ചുമന്ന ഉള്ളി. ഇത് തൊലിയൊന്നും കളയാതെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മിക്സി വേണം. മിക്സി വേണ്ടേ? അപ്പം മിക്സി എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഉമ്മി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സി വേണ്ട, നമുക്ക് നാടൻ ശൈലിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നാടൻ ശൈലിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഇടികല്ലാണ്. ഇടികല്ല് നമുക്ക് എടുത്തിട്ടുണ്ട്, ഇച്ചിരി വെയിറ്റൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇടികല്ല് നമുക്ക് എടുത്ത് ചതച്ച് തരാമെന്നാണ് പറയുന്നത്. ഇടികല്ല് നമുക്ക് കൊടുക്കാം. നമുക്ക് കുറച്ച് ആ സാധനം എടുത്ത് കൊടുക്കാം. ഏത് നമ്മുടെ ചെറിയ ഉള്ളി എടുത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇത്രയൊക്കെ ഓവറായിരിക്കും അല്ലേ, ഇച്ചിരി മതിയായിരിക്കും. ഇച്ചിരി മതി. ചെറിയ ഉള്ളി നമുക്കിങ്ങനെ ഇങ്ങോട്ടിടാം. അപ്പോൾ ചതയ്ക്കുന്നുണ്ട്. നല്ല ചതയ്ക്കണം. നല്ല പ്രാക്ടീസ് ഉള്ളത് ചതച്ചാലേ നമുക്ക് ആ ചത ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. ഇതൊന്ന് അച്ചാറോ പ്രാക്ടീസ് ഉള്ളത് ചതയ്ക്കുന്നവർ ചതച്ച് ചെറുത്ത് ചതയ്ക്കുക. നല്ല ചതണ്ട, ചത കണ്ടാലേ അറിയാം നല്ല ചതച്ച് പരിചയമുള്ള ഒരു ചതയാണത്. ഇത്ര മതിയാവോ? കുറേ കോഴികളില്ലേ, തള്ളകൾക്ക് കൊടുത്താലോ? ഇത്ര മതിയോ? ഇത്ര മതി എന്നാണ് പറയുന്നത്. നമുക്ക് പറയുന്നതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതാണ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മൾ വെച്ചിരുന്ന നമ്മുടെ എന്തായത് ശർക്കര വെള്ളം. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇടാം. അങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഇത്രയും മതി. ഇനി മറ്റേതാണെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, സബോള, മുളക് പൊടി കേട്ടോ, നമ്മളെ ഇത് രണ്ടും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മരുന്നായിരിക്കും ഇതിന്. ചില കോഴികൾക്ക് ഇത് ഇഷ്ടമില്ല. പക്ഷെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തിന്നണമല്ലോ, രോഗം മാറല്ലേ. അങ്ങനെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ സംഭവം ആയിട്ട് വെളി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം എല്ലാം മറിച്ചിട്ട്, ഇതിന് എപ്പോഴുള്ള പരിപാടിയാണ്. വെള്ളം കൊടുത്തിട്ട് പോകും, വെള്ളം മറിച്ചിടും, പിന്നെ വെള്ളം കൊടുക്കണം, അതും മറിച്ചിടും. എത്ര നാൾ നീണ്ടു നിൽക്കും നമുക്കറിയത്തില്ല. നിങ്ങളുടെ വീട്ടിലെ കോഴികൾ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മരുന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, അങ്ങനെ ഈ മരുന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. നമുക്ക് ആദ്യം നമ്മുടെ രോഗമൊന്നുമില്ലാത്ത കുഞ്ഞു കോഴികൾക്ക് കൊടുക്കാം. അവർക്ക് നല്ലതാണ്, മെഡിസിനാണല്ലോ. മെഡിസിൻ എപ്പോൾ കൊടുത്താലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുമ്പോഴാണ് കുഴപ്പം. നമ്മൾ ഇതുപോലെ ആയുർവേദമൊക്കെ എങ്ങനെ കൊടുത്താലും ഒരു വിഷയമില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് തിന്നാൻ കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ബഹളം വെക്കാനാ കൊടുക്കാം. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ കൂട് തുറക്കുമ്പോഴേ ഇത് ചാടാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. അത് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ലാണ്. ചാടല്ലേ, അങ്ങനെ നമ്മൾ സ്കില്ലോട് വേണം തുറക്കാൻ. ഇത് ഞാൻ തുറന്ന് ഇതിങ്ങനെ എടുത്ത് കുഞ്ഞുങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് തിന്നു നോക്കാൻ പറഞ്ഞ്. കുഞ്ഞുങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. തിന്നണ പറ്റണേ. തിന്നുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ എടുത്തോണ്ട് നോക്കൂ. ഈ താഴെ ഇട്ടത് മരുന്നാണ്, വിലയുള്ള സാധനമാണ്. ഉള്ളിക്കൊക്കെ എന്താ വില ആദ്യം നോക്കിയിട്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് കുറച്ച് നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോകാം. നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, സമയമില്ല. ഇത് കുറച്ച് വാരി ഇവിടെ ഇടാം, ഇട്ടേക്കാം. അപ്പോൾ അത് വേണമ്പോൾ തിന്നോളും. അപ്പോൾ ഇവർക്കത് കൊടുത്താൽ മതി. അപ്പോൾ ശർക്കരയുടെ നീരൊക്കെ അങ്ങോട്ട് ഇറങ്ങിയൊക്കെ കൊണ്ട് നമുക്ക് വേണ്ട പോലെ സാധനങ്ങളെല്ലാം കേട്ടോ. നമുക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടത് ഇവർക്കാണ് ജനിച്ചപ്പോൾ പോലെ രോഗമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടപ്പിറപ്പുകൾ കുറച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് കൊടുത്തു നോക്കാം. ഇവർക്ക് പൊതുവെ ഇഷ്ടമില്ല കേട്ടോ ഈ സാധനം. അങ്ങനെ ഇത് എപ്പോഴും കഴിച്ച് മടുക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമില്ല ഈ സാധനം. എന്നാൽ കഴിച്ചോ.
കഴിച്ചോ കഴിച്ചോ. കേട്ടോ പറഞ്ഞില്ല അവർക്ക് ഇഷ്ടമില്ലാന്ന്, പക്ഷെ അവർ തീറ്റിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ തിന്നോ. യെസ്. ഇല്ല തിന്നുന്ന പ്രശ്നമില്ല. അതൊക്കെ എന്തായാലും തീറ്റിപ്പിക്കണം, ഇല്ലെങ്കിൽ ശരിയാവുകയില്ല. അപ്പോൾ ഞാൻ ചെയ്യാം. ഇത് ഇന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് തുമ്മുന്ന മെയിനായിട്ട്. പിന്നടി മീനില്ല, ഇപ്പോൾ ഇവിടെ കൂട്ടി വെച്ചിട്ട് പോവാം. കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്ത് പോകാം. മീൻ വെച്ചാൽ കൂടെ കൊടുക്കാവുള്ളേ ഉള്ളൂ. അത് തിന്നോളും, ഇനി വിശക്കുമ്പോഴും തിന്നോളും. പക്ഷെ ഇത് എരിവുണ്ടെന്ന് തോന്നുന്നു ഇവിടെ തിന്നു കഴിയുമ്പോൾ. കാരണം തിന്നു കഴിയുമ്പോൾ ഒരു ചന്തം വിടലൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഇവർക്ക് കൊടുത്ത് നോക്കാം. ഇവർക്ക് വലിയ കുഴപ്പമില്ല, അവർ തിന്നും. നോക്കാം, അല്ല അവർ തിന്നുന്ന കേസാണ്. അതോ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് അറിയത്തില്ല. ഇച്ചിരി കറി ഉണ്ടാക്കാൻ വിളിക്കുന്നുണ്ട്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇവരുടെ കഥ നമ്മൾ ഷോർട്സിലിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഏകദേശം ഇപ്പോൾ സെയിം പ്രായം, എന്നിട്ടും ഇവർ പിരിയുന്നില്ല കേട്ടോ. ഇപ്പോഴും അത് ഇതിൻ്റെ കുഞ്ഞ് തന്നെയാണ്. ഇടയ്ക്കൊന്ന് പിരിഞ്ഞ പോലെ ആയിരുന്നു, പിന്നെയും കമ്പനിയായി. ഇപ്പോഴും അതിൻ്റെ കുഞ്ഞ് തന്നെയാണ്. രണ്ടുപേർക്കും ഒരുപോലെ പൊക്കമൊക്കെ ആയി, പക്ഷേ അവർ പിരിയുന്നില്ല. എന്നാലും ഇവർക്ക് നമുക്ക് ഇച്ചിരി ഈ വെള്ളത്തിന് അങ്ങോട്ട് നമുക്ക് കുറച്ച് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ സാധനം 2-3 ഇട്ട് കൊടുക്കാം. ശബ്ദമൊക്കെ എന്തോലത്തെ ശബ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത്ര നിന്നാൽ മതി. നമുക്ക് തള്ളക്കോഴികൾക്ക് കുറച്ച് രോഗം വന്നിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഈ രോഗത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്ക് അറിയത്തില്ല സംഭവം എന്താണെന്ന്. ഇവർക്കും കുറച്ച് കൊടുക്കാം. അവർക്ക് ഉള്ളിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അത് അടുക്കളയിൽ കൂടെ എന്തിട്ടാലും ഒരു തിന്നുന്ന കുറച്ച് വെള്ളം ഇവരുടെ വെള്ളത്തിലൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ ഉള്ളി സാമാനമൊക്കെ അവർക്ക് കൊടുക്കാം. ഉണ്ടോ വിഷയമാണ്, ഇവരെന്ത് കിട്ടിയാലും തിന്നും, നോ പ്രോബ്ലമാണ്. കൂടൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മുടെ കൂട്. ഇത് മുട്ടയിടുന്ന സ്ഥലം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരിക്കും. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ മരുന്ന്. എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. എന്ത് രോഗം വന്നാലും, നമ്മുടെ ചുമ, തുമ്മൽ സംബന്ധമായ രോഗം വന്നാൽ കോഴികൾക്ക് കൊടുക്കാവുന്ന മരുന്നാണ്. കൊടുത്ത് സക്സസ് ആയതാണ്. ഇവരുടെ കൂട്ടത്തിൽ 2-3 കോഴികൾക്ക് ഇത് തന്നെയായിരുന്നു. നമ്മളിത് കൊടുത്ത് റെഡിയാക്കി എടുത്ത് വിറ്റ് ഇവ സുഖമായിട്ട് വീട്ടിൽ ജീവിക്കുന്നുണ്ട്. ഇവരുടെ കുഞ്ഞിലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഒരു ഇത്ര വലുതായി. അതായത് ഇവരെ ഇനി 3 പേരും കൂടെ ബാക്കിയുള്ളൂ. ഇവർ 2 പേരെ കൊടുക്കാൻ താല്പര്യമുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ പറയുക. ഇവരിൽ നിന്ന് ഒരാളെ കൊടുക്കാൻ താല്പര്യമുണ്ട്. ഇവർ നമ്മുടെ വീട്ടിൽ ആദ്യം ഇടേണ്ട കുഞ്ഞാണ്, അത് കൊടുക്കുകയില്ല. മരുന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.